students, എൻ്റെ പേര് Sulfiya. അപ്പോൾ എല്ലാവർക്കും Veranda Malayalam YouTube ചാനലിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത് ഡിസംബർ ഫസ്റ്റ് വീക്കിന്റെ കറണ്ട് അഫയേഴ്സ് ആണ്. അപ്പോൾ നിങ്ങളുടെ ബാങ്ക്, SSC, PSC ആയിട്ട് ബന്ധപ്പെട്ട എന്ത് ക്വയറീസിനും വീഡിയോയുടെ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ലിങ്ക് ഉണ്ട്. അതിൽ കയറിയിട്ട് രജിസ്റ്റർ ചെയ്തിട്ട് നിങ്ങളുടെ ഡൗട്ട് ഒക്കെ ചോദിക്കുക. എക്സ്പേർട്സ് നിങ്ങൾ എന്ത് ചെയ്യും, തിരിച്ച് നിങ്ങളുടെ സംശയങ്ങൾക്കുള്ള മറുപടി തരും. അപ്പോൾ നമുക്ക് ക്ലാസ്സിലേക്ക് പോകാം. അപ്പോൾ ഞാൻ ഇന്ന് നോക്കാൻ പോകുന്നത് ഡിസംബർ 1 to 7 ഫസ്റ്റ് വീക്കിലെ കറണ്ട് അഫയേഴ്സിന്റെ കുറച്ച് സെക്ഷൻസ് ആണ്. ഒരു 7 ക്വസ്റ്റ്യൻസ് അതുമായിട്ട് ബന്ധപ്പെട്ട് ആ ബാക്കിയുള്ള കറണ്ട് അഫയേഴ്സ് റിലേറ്റ് ചെയ്തിട്ട് നമുക്ക് ഓപ്ഷൻസും കൂടെ ഡിസ്കസ് ചെയ്ത് കുറച്ച് കൂടുതൽ ക്വസ്റ്റ്യൻസ് പഠിക്കാം. അപ്പോൾ നമുക്ക് ഫസ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോകാം. ഓക്കെ, ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കിയേ, വേൾഡ് എയ്ഡ്സ് ഡേ ഈസ് ഒബ്സർവ്ഡ് എവരി ഇയർ ഓൺ. ഇത് സിമ്പിൾ ഒരു ക്വസ്റ്റ്യൻ ആണ്, നമുക്ക് കുറച്ച് ഡീറ്റെയിൽ ആയിട്ട് നോക്കാനുണ്ട്. അപ്പോൾ ഒന്നാമത്തെ ക്വസ്റ്റ്യൻ എന്താ, വേൾഡ് എയ്ഡ്സ് ഡേ എല്ലാ വർഷവും ഏത് ദിവസമാണ് സെലിബ്രേറ്റ് ചെയ്യുന്നത്? അപ്പോൾ ആൻസർ അറിയാവുന്നവർ എന്ത് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അപ്പോൾ നമുക്ക് ആൻസറിലേക്ക് പോകാം. ഓക്കെ, നമ്മുടെ ക്വസ്റ്റ്യൻ്റെ ആൻസർ എന്ന് പറയുന്നത് നമ്മുടെ ഫസ്റ്റ് ഡിസംബർ ആണ്. വേൾഡ് എയ്ഡ്സ് ഡേ നമ്മൾ സെലിബ്രേറ്റ് ചെയ്യുന്നത് എന്നാണ്, ഡിസംബർ 1 സെലിബ്രേറ്റ് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾ ഡേ പഠിക്കുമ്പോൾ നമ്മൾ അതിൻ്റെ തീമും കൂടെ നോക്കി പോവുക. അങ്ങനെയാണെങ്കിൽ 2022 വേൾഡ് എയ്ഡ്സ് ഡേയുടെ തീം എന്ന് പറയുന്നത് ഇക്വലൈസ് എന്നാണ്. അപ്പോൾ തീം എന്താണ്, ഇക്വലൈസ് എന്നാണ്. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഓപ്ഷനിലേക്കൊന്ന് പോയാലോ. ഓപ്ഷനിൽ നോക്കിയേ, ഡിസംബർ 2 ഉണ്ട്, ഡിസംബർ 3 ഉണ്ട്, ഡിസംബർ 4 ഉണ്ട്. അപ്പോൾ അതിൻ്റെ പ്രത്യേകതയും കൂടെ നമുക്ക് നോക്കാം. ഡിസംബർ 2 നമ്മൾ 3 പ്രത്യേകതകളാണ് പഠിക്കാനുള്ളത്. ഒന്ന്, നാഷണൽ പൊല്യൂഷൻ കൺട്രോൾ ഡേ. ഫസ്റ്റ് എന്താ, നാഷണൽ പൊല്യൂഷൻ കൺട്രോൾ ഡേ. രണ്ടാമത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആണ് വേൾഡ് കമ്പ്യൂട്ടർ ലിറ്ററസി ഡേ. മൂന്നാമത് നോക്കിയേ, ഇന്റർനാഷണൽ ഡേ ഓഫ് അബോളിഷൻ ഓഫ് സ്ലേവറി. അപ്പോൾ 3 ഇമ്പോർട്ടൻ്റ് ഡേ വരുന്നത് എന്നാണ്, ഡിസംബർ 2 പ്രത്യേകതയാണ് നമ്മൾ ഈ പറഞ്ഞത്, ഡിസംബർ 2. ഓക്കെ, അടുത്ത ഡിസംബർ 3 പ്രത്യേകതയിലേക്ക് പോകാം. ഇന്റർനാഷണൽ ഡേ ഓഫ് പീപ്പിൾ വിത്ത് ഡിസബിലിറ്റീസ് ആണ് ഡിസംബർ 3 ഒന്നാമത്തെ പ്രത്യേകത, ഇന്റർനാഷണൽ ഡേ ഓഫ് പീപ്പിൾ വിത്ത് ഡിസബിലിറ്റീസ്. രണ്ടാമത്തെ പ്രത്യേകത എന്ന് പറയുന്നത് വേൾഡ് കൺസർവേഷൻ ഡേ ആണ്, വേൾഡ് കൺസർവേഷൻ ഡേ. നോക്കിയേ, ഡിസംബർ 4 നമ്മൾ എന്തായിട്ടാണ് ആഘോഷിക്കുന്നത്, ഇന്ത്യൻ നേവി ഡേ ആയിട്ടാണ് ആഘോഷിക്കുന്നത്. അപ്പോൾ നമ്മുടെ ഡിസംബർ 1 തൊട്ട് 4 വരെയുള്ള ഇമ്പോർട്ടൻ്റ് ഡേയ്സ് ആണ് നമ്മളിപ്പോൾ നോക്കിയത്. അപ്പോൾ നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. കേട്ടോ, ഹു ഹാസ് ബീൻ റീ അപ്പോയിൻറ്റ് ആസ് ദ ഫോറിൻ സെക്രട്ടറി ഓഫ് ഇന്ത്യ. നമ്മുടെ ഇന്ത്യയുടെ ഫോറിൻ സെക്രട്ടറി ആയിട്ട് റീ അപ്പോയിൻറ്റ് ചെയ്തത് ആരാണ്? ക്വസ്റ്റ്യൻ ശ്രദ്ധിക്കുക, ഇതിന് മുമ്പുണ്ട്, അദ്ദേഹം തന്നെയാണ് റീ അപ്പോയിൻറ്റ് ചെയ്തത് ആരെയാണ്? അപ്പോൾ നോക്കിയേ, ഓപ്ഷൻസ് നോക്കിയേ, രാജ്കുമാർ രഞ്ജൻ, മീനാക്ഷി ലേഖി, എസ് ജയശങ്കർ, വിനയ് മോഹൻ ഖത്ര. അപ്പോൾ ഈ 4 ഓപ്ഷൻസ് നമുക്ക് പരിചിതമാണ്. അപ്പോൾ ഞാൻ ആൻസർ നോക്കിയേ, വിനയ് മോഹൻ ഖത്രയാണ് ആൻസർ എന്ന് വിളിക്കുന്നത്. അപ്പോൾ നമ്മുടെ റീ അപ്പോയിൻറ്റ് ചെയ്തേക്കുന്ന ആരെയാണ്? വിനയ് മോഹൻ ഖത്രേനെയാണ്. അപ്പോൾ നമുക്ക് ഈ മാസത്തെ അല്ലെങ്കിൽ ഈ ഡിസംബറിൽ അടുത്തിടയ്ക്കായിട്ട് നടന്നിട്ടുള്ള കുറച്ച് ഇമ്പോർട്ടൻ്റ് അപ്പോയിൻമെൻറ്റ്സും കൂടെ നമുക്കൊന്ന് നോക്കി പോവാം. ഓക്കെ അല്ലേ? നമ്മുടെ ടേബിൾ ടെന്നീസ് ഫെഡറേഷൻ ഓഫ് ഇന്ത്യയുടെ പ്രസിഡൻ്റായിട്ട് ഇലക്ട് ചെയ്തിരിക്കുന്നത് ആരെയാണ്? മേഘ്ന അഹ്ലാത്തിനെയാണ്. മേഘ്ന അഹ്ലാത്തിനെയാണ് നമ്മൾ ആരെ, ടേബിൾ ടെന്നീസ് ഫെഡറേഷൻ്റെ പ്രസിഡൻ്റായിട്ട് സെലക്ട് ചെയ്തിരിക്കുന്നത്. രണ്ടാമത്തെ അപ്പോയിൻമെൻറ്റ് നോക്കിയേ, നമ്മുടെ WHO വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ ഡോക്ടർ ജെർമി ഫെറാറിനെ അവരുടെ പുതിയ ചീഫ് സയന്റിസ്റ്റ് ആയിട്ട് എന്ത് ചെയ്തിട്ടുണ്ട്, അപ്പോയിന്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ WHO പുതിയ ചീഫ് സയന്റിസ്റ്റ് ആണ് ആരെന്ന് വിളിക്കുന്നത്, ജെർമി ഫെറാർ എന്ന് വിളിക്കും. ജെർമി ഫെറാർ ഇമ്പോർട്ടൻ്റ് അപ്പോയിൻമെന്റ് ആണ്. അത് കഴിഞ്ഞ് നോക്കിയേ, നമ്മുടെ ചെയർമാൻ ഓഫ് ടാറ്റ സൺ എൻ ചന്ദ്രശേഖരൻ. ഓക്കെ, ചെയർമാൻ ഓഫ് ടാറ്റ സൺ എൻ ചന്ദ്രശേഖരനെ നമ്മുടെ B20 ഇന്ത്യയുടെ പ്രസിഡന്റ് ആയിട്ട്, ചെയർമാനായിട്ട് സെലക്ട് ചെയ്തിട്ടുണ്ട്. നമ്മുടെ G20 അറിയാലോ, G20 കൺട്രീസിന്റെ ബിസിനസ് കമ്മ്യൂണിറ്റിയാണ് B20. ആ B20ന്റെ ചെയർമാനായിട്ട് അപ്പോയിന്റ് ചെയ്തിരിക്കുന്നത് എൻ ചന്ദ്രശേഖരനെയാണ്. ഇനി നമുക്ക് ഒരു ഇമ്പോർട്ടൻ്റ് അപ്പോയിൻമെന്റും കൂടെ നോക്കാനുണ്ട്. അതേ നോക്കിയേ, KV ഷാജി. KV ഷാജിനെ നമ്മുടെ നബാർഡില്ലേ, നബാർഡ് നമ്മുടെ കാർഷിക ബാങ്കിലെ നബാർഡിന്റെ എന്ത് ചെയ്തിട്ടുണ്ട്, പുതിയ ചെയർമാനായിട്ട് വന്നേക്കുന്ന വ്യക്തിയാണ് KV ഷാജി എന്ന് വിളിക്കുന്നത്. അപ്പോൾ നമ്മുടെ 4 ഇമ്പോർട്ടൻ്റ് പുതിയ അപ്പോയിൻമെന്റ് ആണ് നോക്കിയത്. അപ്പോൾ അപ്പോയിൻമെന്റ്സ് നിങ്ങൾക്ക് അറിയാം, കഴിഞ്ഞ എക്സാംസ് നോക്കുകയാണെങ്കിൽ അപ്പോയിൻമെന്റ് കണ്ടിന്യൂസ് ആയിട്ട് ചോദിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ അത് നിങ്ങൾ എന്ത് ചെയ്യരുത്, സ്കിപ്പ് ചെയ്യരുത്. അടുത്ത് നോക്കിയേ, വിച്ച് സിറ്റി വിൽ ഹോസ്റ്റ് G20 ഫിനാൻസ് മിനിസ്റ്റേഴ്സ് മീറ്റിംഗ് ഇൻ ഫെബ്രുവരി 2023. 2023 ഫെബ്രുവരിയിൽ G20 ഫിനാൻസ് മിനിസ്റ്റേഴ്സ് മീറ്റിംഗ് കണ്ടക്ട് ചെയ്യാൻ പോകുന്ന അല്ലെങ്കിൽ നടക്കാൻ പോകുന്ന സിറ്റി ഏതാണ്? 4 ഓപ്ഷൻസ് ഉണ്ട്, ബംഗളൂരു, ഹൈദരാബാദ്, ചെന്നൈ, ന്യൂഡൽഹി. ഇതിൽ ഏതായിരിക്കും നിങ്ങളാണെങ്കിൽ ചൂസ് ചെയ്യുക? ഒന്ന് ആലോചിച്ച് നോക്കേ. ഓക്കെ, നമുക്ക് ആൻസറിലേക്ക് പോവാം.
എവിടെയാണ് നടക്കാൻ പോകുന്നത്? ബംഗളൂരുവിലാണ് നടക്കാൻ പോകുന്നത്. അപ്പോൾ G20 ഫിനാൻസ് മിനിസ്റ്റേഴ്സ് മീറ്റിംഗ് 2023 നടക്കാൻ പോകുന്നത് ബംഗളൂരുവിൽ വെച്ചിട്ടാണ്. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഈ കഴിഞ്ഞ വർഷമുള്ള ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള 4 സമ്മിറ്റുകളിലൂടെ നോക്കിപ്പോവാം. ഇന്ത്യൻ സയൻസ് കോൺഗ്രസ് 2021 നമ്മൾ നടന്നേക്കുന്നത് പൂനെയിൽ വെച്ചിട്ടാണ്. 108ാമത്തെ ഇന്ത്യൻ സയൻസ് കോൺഗ്രസ് ആണ് പൂനെയിൽ വെച്ചിട്ട് എന്ത് ചെയ്തേക്കുന്നത്? കണ്ടക്ട് ചെയ്തിരിക്കുന്നത്. അപ്പോൾ അടുത്തിടയ്ക്കായിട്ട് നടന്നിട്ടുള്ള ഇമ്പോർട്ടൻ്റ് സമ്മിറ്റ് ആണ് നമ്മുടെ ഇന്ത്യൻ സയൻസ് കോൺഗ്രസ് 2021 108ാമത്തെ മീറ്റിംഗ് പൂനെയിൽ വെച്ചിട്ടാണ് നടന്നത്. അടുത്ത നോക്കിയേ, ഷങ്കായി കോപ്പറേഷൻ ഓർഗനൈസേഷൻ SCOന്റെ നമ്മുടെ 2021 സമ്മിറ്റ് നടന്നേക്കുന്നത് താജിക്കിസ്ഥാനിലെ ദുഷാന്തയിലാണ് നടന്നേക്കുന്നത്. താജിക്കിസ്ഥാനിലെ ദുഷാന്തയിലാണ് SCO സമ്മിറ്റ് 2021 എന്ത് ചെയ്തേക്കുന്നത്? നടന്നേക്കുന്നത്. അടുത്ത നോക്കിയേ, 16ാമത്തെ ഈസ്റ്റ് ഏഷ്യ സമ്മിറ്റ് 2021 അത് നടക്കാൻ പോകുന്നത് ബ്രൂണയിലാണ്. ബ്രൂണി ഓക്കെ അല്ലേ? അപ്പോൾ 16ാമത് സൗത്ത് ഈസ്റ്റ് ഏഷ്യ സമ്മിറ്റ് 2021 നടക്കാൻ പോകുന്നത് ബ്രൂണിയിലാണ്. അതുകൂടെ ഒന്ന് ആലോചിച്ച് വെച്ചേക്കുക. അടുത്ത നോക്കിയേ, 38ാമത് ഏഷ്യൻ സബ്മിറ്റ് ഷെഡ്യൂൾ ചെയ്തിരിക്കുന്നത്. 38ാമത് ഏഷ്യൻ സബ്മിറ്റ് 2 ആയിട്ടാണ് നടന്നേക്കുന്നത്. ഒന്ന് ഏപ്രിൽ 2021 അതുപോലെ നവംബർ 2021 ഈ 2 ഡേറ്റിലായിട്ടാണ് അവർ 38th ഏഷ്യൻ സമ്മിറ്റ് എന്ത് ചെയ്തേക്കുന്നത്? കണ്ടക്ട് ചെയ്തിരിക്കുന്നത്. അപ്പോൾ അതുകൂടെ ഒന്ന് ആലോചിച്ച് വെച്ചേക്കുക. അപ്പോൾ 38ാമത് ഏഷ്യൻ സമ്മിറ്റ് അത് ഏപ്രിലും നവംബറിലും ആയിട്ടാണ് കഴിഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഈ എഡിഷനും കൂടെ ഒന്ന് ആലോചിച്ച് വെച്ചേക്കണേ. ചില സമയത്ത് എഡിഷൻസ് എന്താറുണ്ട് ചോദിക്കാറുണ്ട്. അപ്പോൾ 4 ഇമ്പോർട്ടൻ്റ് ഈ കഴിഞ്ഞ വർഷം നടന്നേക്കുന്ന 4 ഇമ്പോർട്ടൻ്റ് സമ്മിറ്റ് ആണ് നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്തു. അപ്പോൾ നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. ഹു ഹാസ് ബീൻ അപ്പോയിൻറ്റഡ് as UP's ഫസ്റ്റ് വിമൻസ് പോലീസ് കമ്മീഷണർ? നല്ലൊരു ക്വസ്റ്റ്യൻ ആണ്. നമ്മുടെ ഇന്ത്യയിൽ UPയുടെ ഫസ്റ്റ് വിമൻ പോലീസ് കമ്മീഷണറായിട്ട് അപ്പോയിന്റ് ചെയ്തിരിക്കുന്നത് ആരെയാണ്? 4 ഓപ്ഷൻ ഉണ്ട് നോക്കിയേ. സുജാത സിംഗ്, നീര റാവത്ത്, ലക്ഷ്മി സിംഗ്, നീതി ദ്വിവേദി. നിങ്ങളാണെങ്കിൽ ഏത് ഓപ്ഷൻ ആൻസർ ചെയ്യുമെന്ന് ചിന്തിച്ച് നോക്കിയേ. അപ്പോൾ നമുക്ക് ഒന്ന് ജസ്റ്റ് ഒന്ന് ആൻസറിലേക്ക് പോകാം. ഓക്കെ, ആൻസർ ആരാണ്? ലക്ഷ്മി സിംഗ് ആണ്. UPന്റെ ഫസ്റ്റ് വുമൺ പോലീസ് കമ്മീഷണർ ആരാണ്? ലക്ഷ്മി സിംഗ് ആണ്. ഈ ആഴ്ചത്തെ അടുത്ത ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള അപ്പോയിൻമെൻ്റ് ആണ് ഇത്. ഫസ്റ്റ് വിമൻ പോലീസ് കമ്മീഷണർ ലക്ഷ്മി സിംഗ് ആണ്. അങ്ങനെയാണെങ്കിൽ നമുക്ക് 4 ഇമ്പോർട്ടൻ്റ് അപ്പോയിൻമെൻറ്റ് അടുത്തതും കൂടെ നോക്കാം. ഇത് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് കോസ്റ്റ് അക്കൗണ്ട്സിൽ അതിൻ്റെ പ്രസിഡൻ്റായിട്ട് ഇലക്ട് ചെയ്തിരിക്കുന്ന വ്യക്തിയാണ് വിജയേന്ദ്ര ശർമ്മയും അതുപോലെ വൈസ് പ്രസിഡൻ്റ് ആയിട്ട് സെലക്ട് ചെയ്തിരിക്കുന്ന വ്യക്തിയാണ് രാകേഷ് ബെല്ലയും. അപ്പോൾ 2 അപ്പോയിൻമെൻ്റ് ആയിട്ടുണ്ട്. നമ്മുടെ കോസ്റ്റ് അക്കൗണ്ട്സിൻ്റെ ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് കോസ്റ്റ് അക്കൗണ്ട്സിൻ്റെ പ്രസിഡന്റ് ആയിട്ട് വന്നിരിക്കുന്ന വ്യക്തിയാണ് വിജയേന്ദ്ര ശർമ്മ. അതുപോലെ വൈസ് പ്രസിഡന്റ് ആയിട്ടുള്ള വ്യക്തിയാണ് എന്ന് വിളിക്കുന്നത് രാകേഷ് ബെല്ല. രാകേഷ് ബെല്ല. അടുത്തൊരു അപ്പോയിൻമെന്റ് നോക്കിയേ, നമ്മുടെ ഇന്ത്യ ടെക് ബ്രാൻഡ് നോയ്സിന്റെ പുതിയ ബ്രാൻഡ് അംബാസിഡർ ആയിട്ട് അപ്പോയിന്റ് ചെയ്തിരിക്കുന്ന വ്യക്തിയാണ് വിരാട് കോഹ്ലി. ഇന്ത്യൻ ടെക് ബ്രാൻഡ് ആയിട്ടുള്ള നോയ്സ് സ്മാർട്ട് വാച്ചസിന്റെ പുതിയ ബ്രാൻഡ് അംബാസിഡർ ആണ് ആരെന്ന് പറയുന്നത്? വിരാട് കോഹ്ലി എന്ന് വിളിക്കുന്നത്. അടുത്ത നോക്കേ, യൂണിയൻ മിനിസ്റ്റർ ഓഫ് റെയിൽവേ. ആരാ നമ്മുടെ യൂണിയൻ മിനിസ്റ്റർ ഓഫ് റെയിൽവേ? അശ്വിനി വൈഷ്ണവ്. അശ്വിനി വൈഷ്ണവിനെ നമ്മുടെ ഗതിശക്തി വിശ്വവിദ്യാലയ വഡോദരയുടെ ഗുജറാത്ത് വഡോദരയുടെ എന്തായിട്ട് വന്നിട്ടുണ്ട്? ചാൻസലർ ആയിട്ട് അപ്പോയിന്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ യൂണിയൻ മിനിസ്റ്റർ ഓഫ് റെയിൽവേസിന്റെ അശ്വിനി വൈഷ്ണവ് ആണ് നമ്മുടെ ഗതിശക്തി വിശ്വവിദ്യാലയത്തിന്റെ പുതിയ ചാൻസലർ ആയിട്ട് അപ്പോയിന്റ് ചെയ്തിരിക്കുന്നത്. ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള അപ്പോയിൻമെൻ്റ് ആണ് കേട്ടോ. നമ്മൾ എക്സാമിന് ചോദിക്കാൻ നല്ല സാധ്യതയുണ്ട്. അത് കഴിഞ്ഞിട്ട് നോക്കിയേ, ഫെഡറൽ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ ഓഫ് ന്യൂയോർക്കിൻ്റെ ഫെഡറൽ ബാങ്ക് ഓഫ് ഇന്ത്യയുടെ പുതിയ പ്രസിഡന്റ് ആയിട്ട് അല്ലെങ്കിൽ ഫസ്റ്റ് വൈസ് പ്രസിഡന്റ് ആയിട്ടൊക്കെ സെലക്ട് ചെയ്തിരിക്കുന്ന വ്യക്തിയാണ് നോക്കുന്നത് സുഷ്മിത ശുക്ല. ഓക്കെ, സുഷ്മിത ശുക്ലേനെയാണ് നമ്മുടെ ഫസ്റ്റ് വൈസ് പ്രസിഡന്റ് ഓഫ് എന്തിൻ്റെ? ഫെഡറൽ ബാങ്ക് ഓഫ് ന്യൂയോർക്ക് ആയിട്ട് സെലക്ട് ചെയ്തിരിക്കുന്നത്. അപ്പോൾ നമ്മൾ നിലവിൽ നമ്മൾ 10 അപ്പോയിൻമെൻ്റ് ആണ് പഠിച്ചേക്കുന്നത്. 10 എണ്ണം ഒന്നിനൊന്ന് ഇമ്പോർട്ടൻ്റ് ആണ്. ഒന്നും സ്കിപ്പ് ചെയ്യാണ്ട് എന്ത് ചെയ്യുക? പഠിക്കുക. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോയാലോ. ഇന്ത്യൻ നേവി ഹാസ് ലോഞ്ച്ഡ് എ ന്യൂ സർവേ വെസൽ ഇഷാക്ക്. ഓക്കെ, ഇന്ത്യൻ നേവിൻ്റെ പുതിയ ഒരു സർവേ വെസലാണ് ഇഷാക്ക്. ഇത് എവിടാണ് ലോഞ്ച് ചെയ്തതെന്നാണ് ക്വസ്റ്റ്യൻ. അപ്പോൾ നമ്മൾ ഡിഫൻസ് ന്യൂസുമായിട്ട് ബന്ധപ്പെട്ട് 2 ക്വസ്റ്റ്യൻസ് നോക്കാം. ഇതിൻ്റെ ആൻസർ എന്ന് പറയുന്നത് ചെന്നൈയിലാണ്. അപ്പോൾ ഇന്ത്യൻ നേവി ഇഷാക്ക് ലോഞ്ച് ചെയ്തേക്കുന്ന പുതിയൊരു സർവേ വെസലാണ് ലോഞ്ച് ചെയ്തിരിക്കുന്ന ഏത് സിറ്റിയിലാണ്? ചെന്നൈയിലാണ് ഇത് ലോഞ്ച് ചെയ്തേക്കുന്നത്. അങ്ങനെയാണെങ്കിൽ ഡിഫൻസുമായിട്ട് ബന്ധപ്പെട്ട് നമുക്കൊരു മിലിറ്ററി എക്സസൈസോട് നോക്കിയാലോ. നോക്കിയേ, ഹരിമാവു ശക്തി 2022
2022. അത് ഇന്ത്യയും ഏത് കൺട്രിയും തമ്മിൽ നടന്ന മിലിറ്ററി എക്സസൈസ് ആണ്. അപ്പോൾ നോക്കിയേ, ഹരിമാവു ശക്തി. അപ്പോൾ ഏത് കൺട്രി ആയിട്ടായിരിക്കും? നോക്കേ, ആൻസർ എന്ന് പറയുന്നത് മലേഷ്യ ആണ്. മലേഷ്യയും ഇന്ത്യയും തമ്മിൽ കണ്ടക്ട് ചെയ്ത പുതിയ മിലിറ്ററി എക്സസൈസ് ആണ് എന്ന് വിളിക്കുന്നത് ഹരിമാവു ശക്തി 2022. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഈ അടുത്തിടയ്ക്ക് നടന്ന ഒരു എക്സസൈസ് കൂടെ നോക്കാം. 6th എഡിഷൻ ഓഫ് ഇൻഡോ കസാക്കിസ്ഥാൻ ജോയിന്റ് എക്സസൈസ്. ഇന്ത്യയുടെയും കസാക്കിസ്ഥാന്റെയും 6ാമത് ജോയിന്റ് ട്രെയിനിങ് എക്സസൈസ് ആണ് കസിന്ദ 22. അത് നമ്മൾ നടത്താൻ തീരുമാനിച്ചിരുന്നത് 15 മുതൽ 28 ഡിസംബർ 2022 വരെയാണ്. അപ്പോൾ കറണ്ട് അഫയേഴ്സ് ആയിട്ട് ലേറ്റസ്റ്റ് ആയിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള ഒരു മിലിറ്ററി എക്സസൈസ് ആണ് കസിന്ദ 22. ഇന്ത്യയും കസാക്കിസ്ഥാനും കൂടെ ചേർന്ന് നടത്തുന്നതാണ്. എത്രാമത്തെ എഡിഷനാണ്? 6ാമത്തെ എഡിഷനാണ്. അപ്പോൾ നിങ്ങൾ മിലിറ്ററി ഡിഫൻസ് ന്യൂസ് ഒക്കെ പഠിക്കുമ്പോൾ എക്സസൈസിൻ്റെ ഒക്കെ 1st, 2nd, 3rd എഡിഷൻ ആണെങ്കിൽ അതിൻ്റെ എഡിഷൻ ഡേറ്റ് ഒക്കെ കംപ്ലീറ്റ് ആയിട്ട് പഠിച്ചു പോവുക. കുറച്ച് കൂടുതലൊക്കെ കഴിഞ്ഞ് വരുവാണെങ്കിൽ എഡിഷൻ നോക്കണ്ട, എന്നാലും നമുക്ക് എന്ത് ചോദിക്കുമെന്ന് അറിയാൻ പറ്റാത്തതുകൊണ്ട് നോക്കി വെച്ചേക്കുക. 6th എഡിഷൻ കസിന്ദ 22. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോയാലോ. 7th ഗ്ലോബൽ ടെക്നോളജി സമ്മിറ്റിന്റെ തീം എന്താണ്? വാട്ട് ഈസ് ദ തീം ഓഫ് 7th ഗ്ലോബൽ ടെക്നോളജി സമ്മിറ്റ്? നോക്കിയേ, 4 ഓപ്ഷൻസ് ഉണ്ട്. ഏതൊക്കെയാ? ടുഡേസ് ഐഡിയാസ് ഫോർ ടെക്നോളജി, ജിയോ പൊളിറ്റിക്സ് ഓഫ് ടെക്നോളജി, ടെക്നോളജി ആൻഡ് സിഗ്നിഫിക്കൻസ്, ടെക്നോളജി ആൻഡ് ഇറ്റ്സ് ഇമ്പാക്റ്റ്. നിങ്ങളാണെങ്കിൽ ഇതിൽ ഏത് ആൻസർ ചെയ്യുമായിരിക്കും? അപ്പോൾ നമുക്ക് അടുത്തതിലേക്ക് പോകാം. നോക്കേ, അതിൻ്റെ ആൻസറിലേക്ക് പോകാം. ജിയോ പൊളിറ്റിക്സ് ഓഫ് ടെക്നോളജി. ഇപ്പോൾ 7th ഗ്ലോബൽ ടെക്നോളജി സമ്മിറ്റിൻ്റെ തീം എന്ന് വിളിക്കുന്നത് ജിയോ പൊളിറ്റിക്സ് ഓഫ് ടെക്നോളജി ആണ്. ജിയോ പൊളിറ്റിക്സ് ഓഫ് ടെക്നോളജി ആണ് ഇതിൻ്റെ തീം എന്ന് പറയുന്നത്. അടുത്ത നോക്കേ, ക്ലീൻ എത്തോൺ ഹാസ് ബീൻ ഓർഗനൈസ്ഡ് ഇൻ വിച്ച് സ്റ്റേറ്റ് ഓർ യൂണിയൻ ടെറിട്ടറി? ഇമ്പോർട്ടൻ്റ് ആണ്, ഇമ്പോർട്ടൻ്റ് ക്വസ്റ്റ്യൻ ആണ് ക്ലീൻ എത്തോൺ. ഞാൻ ജസ്റ്റ് ക്ലീൻ എത്തോൺ എന്താണെന്ന് ആദ്യം പറയാം. ക്ലീൻ എത്തോൺ എന്ന് പറയുന്നത് ഒരു 1 വീക്കെൻഡ് പ്രോഗ്രാമാണ്. ഒരു വീക്കെൻഡ് പ്രോഗ്രാമിൽ നമ്മുടെ സ്റ്റേറ്റിലോ ക്യാപിറ്റലിലോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ നടത്തുന്ന ഒരു ക്ലീനിങ് പ്രോഗ്രാമാണ് ക്ലീൻ എത്തോൺ എന്ന് വിളിക്കുന്നത്. നോക്കേ, ആൻസർ എവിടെ? ക്ലീൻ എത്തോൺ ഈ അടുത്തിടയ്ക്ക് കണ്ടക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇത് മുമ്പ് ലോഞ്ച് ചെയ്തതാണ്. ഇതിൽ ക്ലീൻ എത്തോൺ ഇപ്പോൾ കണ്ടക്ട് ചെയ്തേക്കുന്ന സ്റ്റേറ്റ് ആണ് എന്ന് വിളിക്കുന്നത് ഗോവ എന്ന് വിളിക്കുന്നത്. ഇപ്രാവശ്യത്തെ അതിൻ്റെ തീം അല്ലെങ്കിൽ ഇനിഷ്യേറ്റീവ് ആയിട്ട് അവർ കൊണ്ടുവന്നേക്കുന്ന തീം എന്ന് വിളിക്കുന്നത് നാ ഗന്ദഗി കരുങ്ക നാ കർണേ ദൂങ്ക എന്നാണ്. ഓക്കെ അല്ലേ? ഈ വർഷത്തെ തീം എന്ന് വിളിക്കുന്നത് നാ ഗന്ദഗി കരുണ, അതുപോലെ നാ കർണേ ദൂങ്ക. ഇതാണ് ഈ പ്രാവശ്യത്തെ ക്ലീനേത്തോണിൻ്റെ അവരുടെ മോട്ടോ. ഗോവയാണ് ഈ അടുത്തിടയ്ക്ക് ക്ലീനേത്തോൺ എന്ത് ചെയ്തേക്കുന്നത്? ലോഞ്ച് ചെയ്തേക്കുന്നത്. അപ്പം നമ്മുടെ ഗോവയായിട്ട് ബന്ധപ്പെട്ട് പറയുകയാണെങ്കിൽ നമ്മുടെ പ്രമോദ് സാവന്ത് ആണ് നിലവിൽ അവിടുത്തെ ചീഫ് മിനിസ്റ്റർ. പ്രമോദ് സാവന്ത് ആണ് ഗോവയിലെ ചീഫ് മിനിസ്റ്റർ. അതുപോലെ ഗവർണർ ആരാണ്? ശ്രീ PS ശ്രീധരൻ പിള്ളയാണ് നിലവിലത്തെ ഗവർണർ എന്ന് വിളിക്കുന്നത്. ഓക്കെ അല്ലേ? അപ്പോൾ സ്റ്റേറ്റ് പഠിക്കുമ്പോൾ നമ്മൾ ചീഫ് മിനിസ്റ്ററും നിലവിലത്തെ ഗവർണറും കൂടെ നോക്കി കണക്ട് ചെയ്ത് പഠിച്ച് പോകാൻ നോക്കുക. ഓക്കെ അല്ലേ? അപ്പോൾ നമ്മുടെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് അല്ലെ, അപ്പോയിൻമെൻറ്റ്, അതുപോലെ സമ്മിറ്റുകൾ, ഡിഫൻസ് ന്യൂസിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഈ കഴിഞ്ഞ ആഴ്ച നടന്നതൊക്കെയാണ് നമ്മൾ ഡിസ്കസ് ചെയ്തത്. അപ്പോൾ എല്ലാവരും ഇത് കറക്റ്റായിട്ട് നോക്കുക. അതിൽ കണക്ട് ചെയ്ത് പഠിക്കാൻ പറ്റുന്ന മാക്സിമം കണക്ട് ചെയ്ത് പഠിക്കുക. അപ്പോൾ നമുക്ക് മറ്റൊരു ക്ലാസ്സിൽ വീണ്ടും കാണാം. അതുപോലെ നിങ്ങളുടെ ഈ വീഡിയോയുടെ നിങ്ങളുടെ PDF വേണമെങ്കിൽ നമ്മുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ അവൈലബിൾ ആണ്. അപ്പോൾ എല്ലാവരും എന്ത് ചെയ്യുക? ക്ലാസ് കണ്ടിന്യൂസ് ആയിട്ട് കാണുക. താങ്ക്